മന്ദസമീരനിൽ ഒഴുകിയെത്തും. ഈ മനോഹര ഗാനം എപ്പോൾ കേട്ടാലും മനസ്സിൽ ഒരു നടന്റെ മുഖമാണ്. മോഹൻ എന്ന മോഹൻ ശർമ്മയുടേത്. ഒരു കാലത്ത് മലയാള സിനിമയുടെ കൗമാര സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന മാസ്മരികമായ പുഞ്ചിരിയും നോട്ടവും കൊണ്ട് ചലച്ചിത്രപ്രേമികളുടെ ഹൃദയം കവർന്ന ആ മുഖം ഇന്ന് ഏത് സിനിമാ പ്രേമിയുടെയും കണ്ണ് നിറയിക്കും. ആഘോഷങ്ങളുടെയും വെള്ളി വെളിച്ചത്തിന്റെയും ഉച്ചകോടിയിൽ ആയിരക്കണക്കിന് ആരാധകരുടെ കയ്യടികൾക്കിടയിൽ ജീവിച്ചിരുന്ന ആ പ്രിയ നടൻ ഇന്ന് പ്രകൃതിയുടെ ക്രൂരമായ വിധിക്ക് മുന്നിൽ തനിച്ചാണ്. വാർദ്ധക്യത്തിന്റെ തളർച്ചയും അടങ്ങാത്ത അസുഖങ്ങളും ആ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ കൈപിടിക്കാൻ ആരുമില്ലാതെ നൊമ്പരപ്പെടുകയാണ് ആ കലാകാരൻ. ചെന്നൈ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഏറെ അകലെ രാമാവതാർ അഗർവാൾ സഭ വൃദ്ധസേവാശ്രമത്തിന്റെ ശാന്തമായ ഒരു മുറിയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അദ്ദേഹം ജീവിക്കുകയാണ്. മരുന്നിനായി മാത്രം പ്രതിമാസം 40,000-ഓളം രൂപ വേണം. സമ്പത്തും പ്രശസ്തിയും പടിയിറങ്ങിപ്പോയ ആ ജീവിതത്തിൽ ഇന്ന് മരുന്നു വാങ്ങാൻ പോലും കയ്യിൽ ഒന്നുമില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെയും സൂപ്പർ താരം രജനീകാന്തിന്റെയും അയൽക്കാരനായി ചെന്നൈയിലെ പ്രശസ്തമായ പോയസ് ഗാർഡനിൽ സ്വന്തമായി മനോഹരമായ വീടുണ്ടായിരുന്ന താരപ്രഭുത്വം. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ പ്രസിഡന്റ്, 3 തവണ ദേശീയ ഫിലിം ജൂറി അംഗം, നിർമ്മാതാവ്, സംവിധായകൻ, എഴുത്തുകാരൻ, ഗായകൻ. സിനിമാ ലോകത്ത് കൈവയ്ക്കാത്ത മേഖലകളില്ല. 20ഓളം സിനിമകൾ സ്വന്തമായി നിർമ്മിച്ച അസാമാന്യ പ്രതിഭ. വലിയ ബജറ്റുകളിൽ നിർമ്മിച്ച ചില സിനിമകളുടെ അപ്രതീക്ഷിത സാമ്പത്തിക പരാജയങ്ങളാണ് മോഹൻ ശർമ്മ എന്ന നിർമ്മാതാവിനെ തകർത്തത്. വൻതുക കടം വാങ്ങിയും സ്വന്തം വസ്തുവകകൾ ഈടുവച്ചും ചെയ്ത അവസാനകാല സിനിമാ സംരംഭങ്ങൾ പരാജയപ്പെട്ടതോടെ ചെന്നൈ പോയസ് ഗാർഡനിലെ വീടുൾപ്പെടെയുള്ള സമ്പാദ്യം മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു. നടൻ രജനീകാന്ത് നൽകിയ അടിയന്തര സാമ്പത്തിക സഹായവും സുഹൃത്തുക്കളുടെ കരുണയുമാണ് ആ ജീവിതത്തിന് താങ്ങാകുന്നത്. സാമ്പത്തിക തകർച്ചയ്ക്കും വറുതികൾക്കും മുൻപ് ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രണയനായക സങ്കല്പങ്ങളെ തിരുത്തിക്കുറിച്ച പ്രതിഭയായിരുന്നു മോഹൻ. ജി ദേവരാജൻ, MS വിശ്വനാഥൻ, സലിൽ ചൗധരി തുടങ്ങിയ സംഗീത പ്രതിഭകളുടെ പ്രശസ്തമായ പല ഗാനങ്ങളും ദൃശ്യവൽക്കരിക്കപ്പെട്ടത് മോഹനിലൂടെയായിരുന്നു. അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വിധം അങ്ങേയറ്റം റിയലിസ്റ്റിക്കായാണ് അദ്ദേഹം നെല്ലിലെ മല്ലനെ അവതരിപ്പിച്ചത്. സ്വന്തം പ്രണയത്തിനും നിരാശകൾക്കുമിടയിൽ പെട്ടുപോകുന്ന ഒരു ഗോത്രയുവാവിന്റെ നിസ്സഹായതയും ശാരീരിക ആംഗ്യവിക്ഷേപങ്ങളും അദ്ദേഹം പകർത്തിവെച്ചു. തുടക്കക്കാരനായ ഒരു നടന് ലഭിക്കാവുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായ ചട്ടക്കാരിയിൽ ലക്ഷ്മിയുടെ കാമുകനായ ശശി എന്ന കഥാപാത്രത്തെയാണ് മോഹൻ അവതരിപ്പിച്ചത്. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച ഈ ചിത്രം അദ്ദേഹത്തെ മലയാളത്തിലെ മുന്നണി പ്രണയനായകനാക്കി മാറ്റി. പിന്നീട് ലക്ഷ്മിയുടെയും. 1975 പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇരുവരും വിവാഹിതരായി. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് 1980 ഇവർ വേർപിരിഞ്ഞു. ഭരതന്റെ ആദ്യ സംവിധാന സംരംഭവും പത്മരാജന്റെ കന്നി തിരക്കഥയുമായ പ്രയാണത്തിലെ സുപ്രധാന കഥാപാത്രം അദ്ദേഹം അവിസ്മരണീയമാക്കി. കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പട്ടണപ്രവേശം, നൂൽവേലി തുടങ്ങിയ സൂപ്പർഹിറ്റ് തമിഴ് സിനിമകളിൽ നായകനായി. കൂടാതെ ശിവാജി ഗണേശനെ നായകനാക്കി അൻപുള്ള അപ്പ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. വിശപ്പടക്കാൻ സൗജന്യ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും തളർന്ന മനസ്സോടെ യൂട്യൂബിൽ തന്റെ പഴയ സിനിമകളിലെ ഹാസ്യരംഗങ്ങൾ കണ്ട് സമയം തള്ളി നീക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറയുന്നത് അഗാധമായ നിരാശയാണ്. ഇനി എനിക്ക് പ്ലാനുകളൊന്നുമില്ല. കണക്കുകൂട്ടലുകളുടെ നിരർത്ഥകതയെക്കുറിച്ച് കാലം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. വാർദ്ധക്യത്തിലും ഫോറൻസിക്, മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. ആ കലാകാരന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ചതുരാനനാദിവംഗിത നീകുപര കേലനയ്യ ഓ ചതുരാനനാദിവംഗ